പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. നല്ലവൻ കെട്ടാൽ വല്ലാതെ കെട്ടുപോകും എന്ന് പറയാറില്ലേ? അതാണ് ഭാസിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഭാനുവിനെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ നോക്കിയിട്ട് പോലും ഇല്ലാത്ത ഭാസി ജെന്നിയിൽ മതിമറന്നുപോയി. അവളുടെ പെർഫ്യൂം ലഹരി കണക്കെ അയാളുടെ സിരകളിൽ കയറിക്കൂടി. ആരെന്ത് വിചാരിച്ചാലും തനിക്കൊന്നുമില്ലെന്ന മനോഭാവം താനേ ഉണ്ടായി. ഭാര്യയോട് മിണ്ടാൻ സമയമില്ലെങ്കിലും കാമുകിക്ക് വേണ്ടി ധാരാളം സമയം കണ്ടെത്തുന്നവരുടെ മാനസിക സഞ്ചാരങ്ങൾ എങ്ങനെയാവാം എന്ന് ഭാസിയിലൂടെ വിലാസിനെ വിശദമായി തന്നെ വരച്ചു കാട്ടുന്നു. രാത്രി മുഴുവൻ ജെന്നിയുടെ അടുത്തിരുന്ന് ഡ്രൈവ് ചെയ്ത് കോലാലംപൂർക്ക് പോകാമെന്ന ഭാസിയുടെ സ്വപ്നത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ച് ശങ്കുണ്ണി നായരോട് ഭാസിക്ക് തോന്നുന്ന വെറുപ്പും ദേഷ്യവും ഇത്രയും അനുഭവവേദ്യമായി മറ്റാർക്കെങ്കിലും എഴുതാനാവുമോ എന്ന സംശയമാണ്. വായിക്കാം. അവകാശികളുടെ 1-ാം വാല്യത്തിലെ 3-ാം ഖണ്ഡത്തിന്റെ അവസാന ഭാഗം. ഉള്ളിൽ പുകഞ്ഞു കയറിയ അമർഷം അത്രയും വലത്തെ കാലിൽ കേന്ദ്രീകരിച്ച് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടി ഭാസി. പതുക്കെ പോയിക്കൊണ്ടിരുന്ന കാറ് പെട്ടെന്ന് വാണം വിട്ട പോലെ മുന്നോട്ട് കുതിച്ചു. ഇടത് ഭാഗത്ത് ഒച്ചക്കൊരങ്ങനെ പോലെ ഇരിക്കുന്ന കുട്ടമ്മാമൻ വീഴാൻ പോയത് കണ്ടപ്പോൾ പുറമേക്ക് കാണിക്കാതെ ചിരിച്ചു. പിറകിലിരിക്കുന്ന ജെന്നിക്കും ഇത് തന്നെ സംഭവിച്ചിരിക്കുമല്ലോ എന്ന ആലോചന അല്പം വൈകിയാണ് മനസ്സിലൊതിച്ചത്. നല്ല പിക്കപ്പ്, കുട്ടമ്മാമൻ ഇളിഭ്യ ചിരിയോടെ പറഞ്ഞു. 1-ാം സാധനമാണ് അല്ലേടാ? കേട്ടതായി നടിച്ചില്ല. തന്റെ ശ്രദ്ധ മുഴുവൻ റോട്ടിലാണെന്ന ഭാവത്തിൽ മൗനം പാലിച്ചു. വായ തുറന്നാൽ അവിനയമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്ന് പേടിയുണ്ട്. അത്രത്തോളം അരിശം തോന്നുന്നു. ബുക്കിറ്റീങ്കിയിലേക്കാണെന്ന് പറഞ്ഞ് പുറപ്പെട്ടിട്ട് ഇപ്പോഴുണ്ട് എഴുന്നള്ളിക്കുന്നു. കോലാലംപൂര് വരെയും കൂടെ വരുന്നുണ്ടെന്ന്. മുൻ സീറ്റിൽ തന്നെ ഇരിപ്പും പിടിച്ചിട്ടുണ്ട്. ബുക്കിറ്റീങ്കി വരെയല്ലേ ഉള്ളൂ, അതുവരെ അല്പം മര്യാദരാമൻ ചമഞ്ഞു കളയാം എന്ന് കരുതിയാണ് മുൻ സീറ്റിലിരുത്തിയത്. പാപം ജെന്നി പിൻസീറ്റിൽ ചുരുണ്ടുകൂടിയിരിക്കുന്നു. സ്പോർട്സ് മോഡലായതുകൊണ്ട് കുട്ടികൾക്ക് പോലും ഇരിക്കാൻ ഞെരുക്കമുള്ള സീറ്റാണ്. മനസ്സിൽ പല സ്വപ്നങ്ങളും കണ്ടിരുന്നു. എല്ലാം തുലഞ്ഞു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കരുണന്റെ കൂടെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് വെക്കാമായിരുന്നു. ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? കുടുങ്ങിയത് തന്നെ. കോലാലംപൂര് വരെയും ഈ കടൽക്കിഴവൻ കഴുത്തിൽ തന്നെ ഇരിക്കും. കയലിൽ എത്തിയാലും വിടില്ല. നേരം വൈകി ഇനിയിപ്പോ മണിക്കുട്ടിയെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് തന്റെ കൂടെ കൂടും. മണിക്കുട്ടിയെ ഉപദ്രവിക്കാൻ ചെന്നാൽ കണക്കിന് കിട്ടും. താൻ മരുമകനാണല്ലോ, എത്രയെങ്കിലും ഉപദ്രവിക്കാം. ഹൗ മച്ച് ഡസ് ദിസ് കോസ്റ്റ്? തിരിഞ്ഞിരുന്ന് ജെന്നിയോട് ചോദിക്കുകയാണ് മൂപ്പര്. കാറിന്റെ വില അറിയാഞ്ഞിട്ടാണ് ഇപ്പോൾ വയറുകടി. നാളെ വാങ്ങിക്കാൻ പോവുകയാണെന്ന് തോന്നും. ഐ ഡോണ്ട് നോ. ഒച്ചയിൽ വെറുപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ജെന്നി. വില അറിയാഞ്ഞിട്ടല്ല. സാധാരണ നിലയ്ക്കാണെങ്കിൽ അവൾ അഭിമാനത്തോടെ പറഞ്ഞേനെ. 19,000 വോൾവോ പി 1800 സ്പോർട്സ് മോഡൽ. അനേകം എക്സ്ട്രാ ഫിറ്റിംഗ്സ്. മോഹിച്ചു വാങ്ങിച്ചതാണ്. അറിയില്ല എന്നാണോ? ഇല്ല. അറിയണമെങ്കിൽ മിസ്റ്റർ ഹോക്കിനോട് ചോദിക്കണം. തീരെ രസിക്കാത്ത മട്ടിലാണ് അവൾ പറഞ്ഞത്. ജെന്നി സ്വല്പം കോപത്തിലാണ്. കോപം തന്നോടാണ്, കുട്ടമ്മാമനെ വലിച്ചു കയറ്റിയതിൽ. ബുക്കറ്റീങ്കി വരെ പോലും കൊണ്ടുപോയി വിടാൻ സമ്മതമില്ലായിരുന്നു. ഒരു നല്ല സായാഹ്നം നാശമായി എന്ന് കടുപ്പിച്ചു തന്നെ പറഞ്ഞു. എന്ത് ചെയ്യാം? കാർണോര് ഒഴിവാക്കാൻ നിവർത്തിയില്ലാതായി. അതുമാത്രമോ, ആകെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. കോലാലംപൂരിൽ നിന്ന് വന്നത് അവളുടെ കാറിലാണ് എന്ന് ഓർക്കാതെയാണ് ശരി എന്ന് കുട്ടമ്മാമനോട് പറഞ്ഞത്. ജെന്നി ചൊടിച്ചു. ഞാനുള്ള കാര്യം എന്തിനെ പറഞ്ഞത്? ഒന്നിച്ചാണ് വന്നതെന്നും ഇനി ആ മനുഷ്യൻ സകല ദിക്കിലും കൊട്ടിപ്പാടി നടക്കും. എനിക്കയാളെ കണ്ടാലേ പിടിക്കില്ല. ചൊടിച്ചതിൽ തെറ്റില്ല. താൻ അബദ്ധം തന്നെയാണ് കാണിച്ചത്. മൂപ്പര് തരം കിട്ടിയാൽ അമ്മയോടും ഭാനുവിനോടും ഒക്കെ പറയും. അതോ കുട്ടമ്മാമനോട് നുണയും പറഞ്ഞു തന്റെ കാറിൽ അവൾക്കൊരു ലിഫ്റ്റ് കൊടുത്തതാണെന്ന്. കള്ളി പൊളിഞ്ഞു. എപ്പോഴെങ്കിലും മൂപ്പരതൊന്ന് കാച്ചാതെയും ഇരിക്കില്ല. കാറ് കുന്നിനെ വലം വെച്ച് ചതുപ്പ് നിരങ്ങൾക്കരികിലൂടെ ശരം പോലെ പാഞ്ഞു. റിയർ വ്യൂ മിറർ അല്പമൊന്ന് തിരിച്ചു വെച്ചു. പിൻസീറ്റിൽ കുനിഞ്ഞു പിടിച്ചിരിക്കുന്ന ജെന്നിയുടെ പ്രതിബിംബം അവ്യക്തമായി കാണാം. അവളെ ഇടതുവശത്തിരുത്തി തോളത്ത് കൈയിട്ട് രസകരമായി ഓടിച്ചു പോവാം എന്ന് സ്വപ്നം കണ്ടിരുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ രാത്രി ക്ലാങ്ങിലെ റെസ്റ്റ് ഹൗസിൽ ജെന്നി അർത്ഥസമ്മതം മൂളിയിട്ടുള്ളതാണ്. ഇനി കുന്തം തന്നെ. കുട്ടമ്മാമൻ പറ്റിച്ച പണി
ദൈവം തന്നാലും ശനിയൻ തിന്നാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതായി കഥ. ഒരുപക്ഷെ കുട്ടമ്മാമൻ മനഃപൂർവ്വം ചെയ്തതാവുമോ? ആവാൻ വഴിയുണ്ട്. ഉപദേശം തന്നത് ആലോചിച്ചാൽ അമ്മാമ്മനായി പോയില്ലേ? അല്ലെങ്കിൽ സീറ്റിൽ ഒന്ന് ഇളകിയിരുന്നു. തേങ്ങി തേങ്ങി കരച്ചിലടങ്ങുന്നത് പോലെ ഉള്ളിൽ ആദ്യം ഉദിച്ച കോപം ക്രമേണ ശമിച്ചപ്പോൾ സംഗതികളുടെ കിടപ്പ് നിർവികാരമായി പരിശോധിക്കാൻ ശ്രമിച്ചു ഭാസി. കുട്ടമ്മാമൻ കൂടെ പോകുന്നത് മനഃപൂർവ്വമാണെന്ന് ഇപ്പോൾ തികച്ചും വ്യക്തമാണ്. തന്നെയും ജെന്നിയെയും ഒറ്റയ്ക്ക് വിടാതിരിക്കാനാണ് എന്നുള്ളത് അതിലേറെ വ്യക്തം. ഒരുപക്ഷെ കോലാലംപൂരിലെത്തിയാൽ കുറെ കൂടി ഉപദേശിക്കാൻ ഉദ്ദേശ്യമുണ്ടാവാം. എങ്ങനെയാണ് മൂപ്പരെ ഒന്ന് കുടഞ്ഞു കളയുക? കുടഞ്ഞു കളയണം. ഈ രാത്രി നഷ്ടപ്പെടുത്തിക്കൂടാ, അത് തീർച്ച. ഇങ്ങനെയൊരു സന്ദർഭം ഇനി പെട്ടെന്നൊന്നും കിട്ടിയെന്ന് വരില്ല. ജെന്നി കഷ്ടിച്ച്. കുട്ടമ്മാമൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഓക്ക് തന്നെ ചാക്കിട്ട് പിടിക്കാൻ ജെന്നി ഉപയോഗിക്കുകയാണോ? അതൊന്നുമല്ല, ഒരിക്കലുമല്ല. എങ്കിലും കുട്ടമ്മാമൻ അല്ലാതെ മറ്റാരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ അപ്പോഴേ തള്ളിക്കളയുമായിരുന്നു. അരനിമിഷം പോലും ആലോചിച്ച് തല പുണ്ണാക്കാൻ മെനക്കെടില്ല. കുട്ടമ്മാമൻ ആയതുകൊണ്ട് പക്ഷെ ആലോചിക്കണം. മറ്റുള്ളവരുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും പോരു കാണാനും പ്രത്യേകം മിടുക്കുണ്ട് കുട്ടമ്മാമന്. ആൾ സാമാന്യക്കാരനല്ല, പൂർണ്ണ ബുദ്ധിയാണ്. എല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് അപാരമാണ്. അതാണ് മൂപ്പരുടെ വിജയത്തിന്റെ രഹസ്യം തന്നെ. ഒന്നും കാണാതെ കുട്ടമ്മാമൻ ഇങ്ങനെയൊന്നും പറയില്ല. നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൂടാ. പക്ഷേ വിശ്വസിക്കാൻ പ്രയാസം. ഹോക്ക് കാട്ടുകള്ളനാണ്. കാര്യസിദ്ധിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. അതൊക്കെ ശരി. എന്നാൽ ജെന്നി, അവൾ കാപട്ടിക്കാരിയാണെന്ന് വിശ്വസിക്കാൻ വയ്യ. കുട്ടമ്മാമന് ജെന്നി അടുത്തറിയില്ല. അതുകൊണ്ട് ഓരോന്ന് പറയുകയാണ്. ആദ്യം താനും അങ്ങനെ ചിലതൊക്കെ കരുതി. പഴയ ബാർഗേളല്ലേ, ഭേദപ്പെട്ട ഒരു വേശ്യ മാത്രമാണ്. അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന ഭാവക്കാരിയാണ്, സൂത്രക്കാരിയാണ്, അങ്ങനെ പലതും. അടുത്ത് പെരുമാറിയപ്പോഴല്ലേ മനസ്സിലായത് എത്ര പാവമാണെന്ന്. പുറമേക്ക് കാണുന്ന ആർഭാടമൊന്നും ഉള്ളിലേക്കില്ല. മഹാസാധുവാണ്, അങ്ങേയറ്റത്തെ നിർഭാഗ്യവതിയും. എത്ര വേദന നിറഞ്ഞതാണ് അവളുടെ ജീവിതം. ഇപ്പോഴും അസന്തുഷ്ടിയല്ലാതെ വല്ലതുമുണ്ടോ? പുറമേക്ക് കാണുന്ന ആഹ്ലാദവും സംതൃപ്തിയും നോക്കുന്നവരുടെ തോന്നൽ മാത്രമാണ്. അവൾ ചോദിക്കുകയുണ്ടായി. കണ്ണുനീർത്തുള്ളി വെളിച്ചത്ത് മുത്തുപോലെ തിളങ്ങും. പക്ഷെ അത് കണ്ണുനീർത്തുള്ളി മാത്രമല്ലേ, മുത്താണോ? അത്ഭുതത്തോടെ അവളെ നോക്കിയിരുന്നു. തനി കവിതയാണ് അവൾ പറയുന്നത്. പൊരുത്തക്കേട് തോന്നി അവളിൽ നിന്ന്. അരക്കുരുക്കി തേച്ച പോലെ ലിപ്സ്റ്റിക് ഇട്ട് അവളുടെ ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടാവുന്ന വാക്കുകളല്ല, മധ്യകുംഭത്തിൽ നിന്നും തീർത്ഥജലം. ജെന്നിയെക്കുറിച്ചുള്ള അഭിപ്രായം പാടെ മാറിയ നിമിഷമായിരുന്നു അത്. അതുവരെയും ഒരു പഴയ ബാർഗേളായിട്ടാണ് അവളെ കണ്ടിരുന്നത്. മുഖത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നിയിരുന്നത്. വേഷഭൂഷാദികൾ തോന്നൽ ഇരട്ടിപ്പിക്കും. മുഖത്ത് 4 ഇഞ്ച് കനത്തിൽ പൗഡർ കൊണ്ട് അട തട്ടിയിരിക്കും. കവിളത്ത് കണ്ടമാന റൂഷ്, കൃത്രിമമായ കൺപീലികൾ, പോളകളിൽ ഇളം നീലച്ചായം. പുരികം പഠിച്ചു കളഞ്ഞു പെൻസിൽ കൊണ്ട് എഴുതിയത്, ഈർക്കിലി വടിവിൽ. അത് പളുങ്കുപോലത്തെ കണ്ണുകളുടെ ജീവനില്ലായ്മ വർദ്ധിപ്പിക്കുന്നു. കിരീടം പോലെ ചുരുട്ടി പൊക്കി വെച്ചിരിക്കുകയാണ് ചുമപ്പ് രാശിയുള്ള എണ്ണ കാണാത്ത പരുക്കൻ മുടി. അതിൽ കുത്തിവെച്ച വൈരം പതിച്ച സ്ലൈഡ് റെസ്റ്റോറന്റിലെ മങ്ങിയ വെളിച്ചത്തിലും വെട്ടിത്തിളങ്ങുന്നു. കാതിൽ വലിയ കമ്മലുകൾ, വിലപിടിച്ച ജെയ്ഡാണ്. കഴുത്തിൽ ജെയ്ഡ് പതിച്ച കുടുക്കി കെട്ടിയ മാല, കൈത്തണ്ടയിൽ ജെയ്ഡ് കൊണ്ടുള്ള ബ്രേസ്ലെറ്റുമുണ്ട്. കടും പച്ച നിറത്തിലുള്ള ബ്രോക്കേഡ് ചോങ്സമാണ് ധരിച്ചിരിക്കുന്നത്. അതിൽ വെള്ളി കസവ് പൂക്കളുണ്ട്. ആകപ്പാടെ അത്ര തറവാടിത്തമില്ലാത്ത വേഷം. അല്പ അവജ്ഞയാണ് ഉള്ളിൽ തോന്നിയത്. അവളോടൊപ്പം ഒറ്റയ്ക്ക് റെസ്റ്റോറന്റിലിരിക്കാൻ അസ്വസ്ഥത തോന്നുന്നു. ചുറ്റുമുള്ള കണ്ണുകൾ കല്ലേറ് പോലെ തന്നിൽ വന്ന് വീഴുകയാണ്. അവളെ പരിചയമുള്ള പലരും കടന്നു പോകുമ്പോൾ കുശലം ചോദിക്കുന്നുണ്ട്. ഹോക്ക് ഇങ്ങോട്ടൊന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ. 3ാമത്തെ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. മണി 10 ആവാറായി. 9-നെങ്കിലും എത്തുമെന്ന് പറഞ്ഞിരുന്നു. അസുഖവും അസ്വസ്ഥതയും തോന്നുന്നു. അയാൾ പ്രത്യേകം ക്ഷണിച്ചിട്ട് വന്നതാണ്. എത്തിയ സമയത്ത് ആതിഥേയനില്ല. അയാളുടെ 3ാം ഭാര്യയേ ഉള്ളൂ. ഒന്ന് പതുക്കിയാക്ക് ഭാസി, വല്ലാത്ത സ്പീഡ്. സ്പീഡോമീറ്ററിൽ 70 നായിക. അത്ര വലിയ സ്പീഡൊന്നുമല്ല, എന്നാലും അല്പം കുറച്ചു. കണ്ണാടിയിൽ നോക്കി. ജെന്നി
പിന്നോക്കം തല ചായച്ചു കിടക്കുകയാണ്. ഇരുട്ടിനെ പിളരുന്ന ഹെഡ്ലൈറ്റിൽ കറുത്ത റോഡ് അല്പം വളഞ്ഞ വാള് പോലെ നീണ്ടു കിടക്കുന്നു. ബുക്കിറ്റ് തീങ്കി അടുത്തു തുടങ്ങി. കുട്ടമ്മാമനെ നിർബന്ധിച്ച് ഇറക്കിയാലോ? നടപ്പില്ല. അത് പോട്ടെ, എന്താ ആലോചിച്ചിരുന്നത്? ഓ ശരി, ഡിന്നർ ഹോക്കില്ലാതെ തന്നെ. വരാനൊക്കില്ല, വ്യസനിക്കുന്നു. മീറ്റിംഗ് ഇപ്പോഴൊന്നും കഴിയുന്ന മട്ടില്ല എന്നൊരു ഫോൺ സന്ദേശമാണ് വന്നത്. അന്നതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ കുട്ടമ്മാമനെ ഇടക്കണ്ണിട്ടൊന്ന് നോക്കി. കാറ്റത്ത് മൂപ്പന്റെ ഷർട്ടിന്റെ കോളർ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സംശയം തോന്നുകയാണ്. ഹോക്ക് മനഃപൂർവ്വം വരാതിരുന്നതാണോ? കുട്ടമ്മാമൻ സൂചിപ്പിച്ചതുപോലെ ജെന്നിയെ ഉപയോഗിച്ച് തന്നെ കുടുക്കിട്ട് പിടിക്കുന്നതിന്റെ പ്രാരംഭമായിരുന്നുവോ അത്? കൂടുതൽ ആലോചിക്കുമ്പോൾ തോന്നുന്നു കുട്ടമ്മാമന്റെ അനുമാനം അത്ര അസംബന്ധമല്ലെന്ന്. ജെന്നിയുടെ ഭാവഭാവങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു. കഴുത്തിത്തിരി ചെരിച്ചു പിടിച്ചുകൊണ്ടുള്ള ആ ചാഞ്ഞ നോട്ടം, നോട്ടത്തിലെ അത്ഭുത ഭാവം, ചുണ്ടൊരു വശത്തേക്ക് കൊട്ടിക്കൊണ്ടുള്ള അർത്ഥമന്ദസ്മിതം, ക്യൂടെക്സിട്ട് ചോപ്പിച്ച നീണ്ടുകൂർത്ത നഖങ്ങളുള്ള കൈവിരലുകൾ കൊണ്ട് നെറ്റിയിൽ വീഴാത്ത കുറുനിരകൾ ഒതുക്കൽ, മാറത്തെ വെള്ളിപ്പൂക്കൾ കാണിക്കുമാറുള്ള മഥാലസമായ ചലനങ്ങൾ എല്ലാം തന്നെ മയക്കിയെടുക്കുന്നതിനായിരുന്നുവെന്ന് വന്നുകൂടെ? തന്റെ കോട്ടിൽ ഇല്ലാതിരുന്ന എന്തോ കരട് നുള്ളിയെടുത്ത് നീക്കം ചെയ്തത്? വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. എങ്കിലും അവൾ മുഖം കുനിച്ചിരുന്നു. കണ്ണുനീർ തുള്ളിയുടെ കഥ പറഞ്ഞത് ആത്മാർത്ഥമായ ദുഃഖം കൊണ്ടായിരുന്നു എന്ന് തീർച്ച. അതിൽ യാതൊരു കാപട്യവും ഉണ്ടായിരുന്നില്ല. തിളങ്ങുന്ന മുത്തിന്റെ ഉള്ളിലെ വേദനയുടെ മണൽത്തരിയാണ് അപ്പോൾ കണ്ടത്. സംശയമില്ല, കുട്ടമ്മാമൻ എന്തൊക്കെ പറഞ്ഞാലും. അല്ലെങ്കിൽ കുട്ടമ്മാമൻ പറയുന്നതിന് എത്രയോ മുൻപ് തന്നെ താനിതെല്ലാം ആലോചിച്ചതാണ്. പക്ഷെ ജെന്നി നാട്ടിക്കാരിയാണെന്ന് തോന്നുന്നില്ല. അവളുടെ ഓരോ വാക്കും നെടുവീർപ്പിടുന്നതായിരുന്നു. അന്ന് രാത്രി കിടന്നിട്ട് ആലോചിച്ചത് അവളെ കുറിച്ചാണ്. അത്ഭുതം തോന്നി. ഉറങ്ങാൻ കിടന്നാൽ ഭാനുവിനെയാണ് ഓർക്കുക. ഒരാഴ്ചയായി അവൾ തഞ്ചോങ് ബസാറിലേക്ക് പോയിട്ട്. ഏകാന്തതയുമായി പൊരുത്തപ്പെടാൻ ഞെരുക്കം. പിരിഞ്ഞിരിക്കൽ പതിവില്ലാത്തതാണല്ലോ. അവളുടെ ചൂട് തട്ടി കിടന്നാലേ ഉറക്ക സുഖമാവൂ. അവളുടെ വസ്ത്രങ്ങളുടെ, പൗഡറിന്റെ, തലമുടിയുടെ, ശരീരത്തിന്റെ ഒക്കെ ഗന്ധം നുകർന്നുറങ്ങണം. മൃദുലമായ ആ മാംസലതയിൽ ലയിക്കണം. കിടന്നാൽ അതൊക്കെ ഓർക്കും, ക്ഷീണം കൊണ്ട് ഉറക്കം വരുന്നത് വരെ. അതാണ് പതിവ്. പക്ഷെ അന്ന് രാത്രി ഭാനുവിനെ അല്ല ഓർത്തത്. ഭക്ഷണം കഴിഞ്ഞ് മടങ്ങുമ്പോഴും കോണി കയറുമ്പോഴും കിടപ്പറയിലെത്തി വസ്ത്രം മാറുമ്പോഴും മനസ്സിലുണ്ടായിരുന്നത് ജെന്നിയാണ്. കിടന്നപ്പോഴും അവൾ പൂശിയിരുന്ന പെർഫ്യൂമിന്റെ സുഗന്ധം പിന്തുടർന്നെത്തി തന്നെ ആകെ പൊതിയുന്നത് പോലെ തോന്നി. മുടിയിലെ വൈരത്തിന്റെ തിളക്കം മുറിയിൽ തങ്ങി നിൽക്കുന്നതായി ഓരോന്നും കൺമുൻപിൽ കണ്ടു. കൈവിരലുകളുടെ നേർമയും നഖങ്ങളുടെ കൂർപ്പും തുടുപ്പും, പല്ലുകളുടെ അസാമാന്യമായ വെണ്മ, മുഖത്തെ ശോകഭാവം. അതെ, ശോകഭാവം. താമരപ്പൂത്ത തെളിവെള്ളത്തിനടിയിലെ ചേറുപോലെ അവളുടെ പുഞ്ചിരിക്കിടയിലെ അസ്വസ്ഥതയും ദുഃഖഭാവവും വ്യക്തമായി കാണാമായിരുന്നു. അവളോട് ഇതം പ്രഥമമായി സഹതാപം തോന്നി. സഹതാപത്തിലും കവിഞ്ഞ എന്തോ ഒന്ന്. ആലോചിച്ചപ്പോൾ അജ്ഞാതമായ ഒരാനന്ദവും അവ്യക്തമായ ഒരു അസുഖവും തോന്നി. 2-3 മണിക്കൂർ കൊണ്ട് ഇത്ര അടുക്കുകയോ? അതിലെന്തോ പന്തികേടുണ്ട്. നേരിയ ഭയം തോന്നി. ഒരിക്കലും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അവളെക്കുറിച്ച് ആലോചിക്കില്ലെന്ന് തീരുമാനിച്ചു. വിളക്കണച്ച് തിരിഞ്ഞു കിടന്നു. ഭാനുവിന്റെ ശരീരത്തോട് മുട്ടിച്ചേർന്ന് കിടക്കുന്നതായി സങ്കല്പിച്ചു. പക്ഷെ ഭാനുവിന്റെ സ്ഥാനത്ത് മിസസ് ഹോക്ക് സ്ഥാനം പിടിച്ചു. അപരാധബോധം തോന്നി. നാക്ക് കടിച്ചു. പക്ഷെ അവളുടെ രൂപം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. ആട്ടി ഓടിക്കും തോറും അടുത്തടുത്ത് വരുന്ന മുഖത്ത് ശക്തിയേറിയ പ്രകാശം അടിച്ചു. ചെറുതായൊന്ന് ഞെട്ടി. കാല് ബ്രേക്കിലേക്ക് ചെന്നു. എതിരെ നിന്ന് വന്ന ലോറി ചീറിപ്പാഞ്ഞ് കടന്നുപോയി. ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ, വേഗത കുറയ്ക്കാതെ. ബ്ലഡി ബാസ്റ്റേർഡ്. അറിയാതെ തന്നെ പറഞ്ഞുപോയി. കണ്ണ് 2-3 വട്ടം അടച്ചു തുറന്ന് കാറ് മുന്നോട്ട് വിട്ടു. ബുക്കിറ്റ് തീങ്കിയിലെ വഴിവിളക്കൽ കണ്ടു തുടങ്ങിയിരുന്നു. ബുക്കിറ്റ് തീങ്കിയായി. കുട്ടമ്മാവിന് ഇറങ്ങണില്ലാന്ന് തന്നെയാണോ വെച്ചത്? അതെ. കരുണൻ കാത്തിരിക്കില്ലേ? അത് സാരമില്ല. അല്ലെങ്കിൽ പോണ വഴിക്ക് ഒന്നിറങ്ങി പറയാം. അതിത്തിരി പ്രയാസമാണ് കുട്ടമ്മാമ, യുനോ. എന്നാൽ ശരി, വേണ്ട, നേരിട്ട് വിട്ടോ. കയ്യിൽ ചെന്നിട്ട് ടെലിഫോൺ ചെയ്യാം. ഓക്കെ. വീണ്ടും അരിശത്തോടെ ആക്സിലേറ്റർ ചവിട്ടി. ബാധ ഒഴിച്ചാൽ ഒഴിയില്ല. ഇന്നത്തെ കാര്യം കുമ്പിളിയിൽ തന്നെ. ഇനി ഏതുവരെ പിന്തുടരുമെന്നേ നോക്കേണ്ടു. കോലാലംപൂരിൽ വെച്ച് ഒഴിയുകയാണെങ്കിൽ ആശയ്ക്ക് വഴിയുണ്ട്. ക്ലാങ്ങിലേക്ക് വെച്ചടിക്കാം.
കാറ് ബുക്കിറ്റേങ്കിയിലെ മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു. നഗരത്തിലെ ഒരേ ഒരു ട്രാഫിക് ലൈറ്റിലെത്തി നിർത്തിയപ്പോൾ പുറംതിരിഞ്ഞ് പിൻസീറ്റിലേക്ക് നോക്കി. കണ്ണു പാതി അടച്ച് ചാരി കിടക്കുകയാണ് ജെന്നി. നാലും കൂടിയ വഴിയിലെ മഞ്ഞ നിറത്തിലുള്ള സോഡിയം ലാമ്പിന്റെ പ്രകാശത്തിൽ അവൾ തികച്ചും ഒരു അപ്സരസാണ്. മുഖത്തെ പരിഭവഭാവം മുഴുവൻ മാഞ്ഞുപോയിരുന്നില്ല. അതവളുടെ ആകർഷകത്വത്തിന് മാറ്റുകൂട്ടുന്നതേയുള്ളൂ. ലൈറ്റ് പച്ചയായി. കുട്ടമ്മാമൻ തോളത്ത് സ്പർശിച്ചു. ഞെട്ടിത്തിരിഞ്ഞ് നിവർന്നിരുന്നു. കാറ് മുന്നോട്ട് വിട്ടു. ഉറക്കം തൂങ്ങി തുടങ്ങിയ തെരുവിലൂടെ കുറേ ചെന്ന ശേഷമാണ് ഇടയ്ക്ക് പൊട്ടിയ ആലോചനയുടെ തുമ്പ് കിട്ടിയത്. കുട്ടമ്മാമൻ എന്തെങ്കിലും ചോദിച്ചും പറഞ്ഞും ബോറാക്കുമോ എന്ന് ഭയമുണ്ടായിരുന്നു. ഭാഗ്യത്തിന് മൂപ്പരിരുന്ന് ഉറക്കം തൂങ്ങുകയാണ്. ബിയർ പതിവിലും കൂടുതൽ കഴിച്ചിരിക്കുന്നു. തന്റെ ചെലവിലാണല്ലോ. സ്വന്തം കാശാണെങ്കിൽ ഒരു ഗ്ലാസ്സേ കഴിക്കൂ. ഇങ്ങനെ ഒരു പിശുക്കി ഉണ്ടാക്കുന്ന കാശ് മുഴുവൻ അമ്മായി സുഖുവേട്ടിനും. പോർട്ട് സ്വെറ്റർ ഹാമിൽ മുൻപിൽ ചെന്ന് പെട്ടപ്പോൾ താനും ജെന്നിയും. എത്ര പെട്ടെന്ന്! രാവിലെ എണീറ്റപ്പോൾ ജെന്നിയെ മറന്നു കഴിഞ്ഞിരുന്നു. ഉച്ചയ്ക്ക് മിസ്റ്റർ ഹോക്ക് ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഔപചാരികമായി മാപ്പ് ചോദിക്കുന്നത് വരെ അതൊന്നും ഓർത്തതേയില്ല. എത്രയോ പേരോടൊപ്പം ലഞ്ചും ഡിന്നറും കഴിക്കുന്നു. ഇതും അതിലൊന്നു മാത്രം. ഓർത്തു വയ്ക്കാൻ എന്തിരിക്കുന്നു? ഒന്നുമില്ല. പക്ഷെ ജെന്നി ഓർത്തു വെച്ചു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കാലത്തൊരു ടെലിഫോൺ വിളി. ജെന്നി ഹിയർ. ഹൂ? ജെന്നി, മിസ്സിസ് ഹോക്ക്. ഓ, ഹലോ മിസ്സിസ് ഹോക്ക്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? കുറെ നാളായി വർത്തമാനമൊന്നുമില്ലല്ലോ. ഞാനിത്തിരി തിരക്കിലായിരുന്നു. ഇപ്പോഴും തിരക്കാണോ? അങ്ങനെ തിരക്കൊന്നുമില്ല. എന്താ? ഇന്ന് വൈകുന്നേരം ഒഴിവാണോ? ഇന്നോ? ഇന്ന് ശനിയാഴ്ചയാണല്ലോ. തജാങ് ബസാറിലേക്ക് പോകുന്നുണ്ടാവും. ഓ ശരി, ഞാനൊക്കെ അത് മറന്നു. ഭാര്യ അവിടെയാണല്ലോ. സാരമില്ല, ഇനി ഒരിക്കലാക്കാം. എന്താ സംഗതി? പ്രധാനപ്പെട്ട വല്ലതുമാണെങ്കിൽ? പ്രധാനപ്പെട്ടതൊന്നുമില്ല. മിസ്സിസ് ഹോക്കിന്റെ സ്വരത്തിൽ നിരാശയുടെ നിഴലാട്ടമുണ്ട്. മറ്റ് തിരക്കൊന്നുമില്ലെങ്കിൽ പോർട്ട് സ്വെറ്റർ ഹാമിൽ പോയി ഞണ്ട് ഭക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കിരുന്നു മടുത്തു. സാരമില്ല, ഇനി ഒരിക്കലാവാം. ഭാര്യയ്ക്കാണല്ലോ മുൻഗണന. ഒറ്റയ്ക്കോ? മിസ്റ്റർ ഹോക്ക് എവിടെ? ജക്കാർത്തയിലാണ്. ഇനി 2 ദിവസം പിടിക്കും മടങ്ങാൻ. അല്ലെങ്കിലും മിസ്റ്റർ ഹോക്ക് സ്ഥലത്തുള്ളപ്പോഴും ഞാൻ മിക്കവാറും ഒറ്റയ്ക്കാണ്. അത് പോട്ടെ. വിളിച്ചലോസരപ്പെടുത്തിയതിന് ക്ഷമാപണം. അലോസരമോ? എന്തലോസരം? വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു സെക്കൻഡ്. കൈകൊണ്ട് ഫോൺ പൊത്തിപ്പിടിച്ച് 1 നിമിഷം ആലോചിച്ച ശേഷം തുടരുന്നു. ഹലോ മിസ്സിസ് ഹോക്ക്, വൈകുന്നേരം വരാൻ പറ്റുമോന്ന് ആലോചിക്കുകയാണ്. വരാമെന്നോ? അപ്പോൾ തഞ്ചോങ് ബസാറിലേക്ക് നാളെ അതിരാവിലെ പോയാലും മതി. ഞാൻ ബുദ്ധിമുട്ടിക്കുകയല്ലോ? അല്ല, ഒട്ടുമല്ല. ഞാൻ പോർട്ട് സ്വെറ്റർ ഹാമിൽ പോയി ഞണ്ട് ഭക്ഷിച്ചിട്ട് ഒരുപാട് കാലായി. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. അതെന്താ? ഇന്നത്തെ ചെലവ് എന്റെ വകയായിരിക്കും. അത് പിന്നീട് നിശ്ചയിക്കാവുന്നതാണല്ലോ. അപ്പോൾ എത്ര മണിക്ക്? 7-നായാലോ? 7-ന്. ശരി. എവിടെയാണ് സന്ധിക്കേണ്ടത്? ഞാൻ വീട്ടിൽ വരണോ? വേണ്ട, മെജസ്റ്റിക് ഹോട്ടലിൽ വന്നാൽ മതി. അവിടെ നിന്ന് ഒന്നിച്ചു പോകാം. ഓക്കെ. 7 മണിക്ക് മെജസ്റ്റിക്കിൽ. ഓക്കെ, വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ ബൈ. ടെലിഫോൺ താഴെ വെച്ചപ്പോൾ വല്ലാത്തൊരു കുതികുത്തൽ, അതോടൊപ്പം അല്പം പരിഭ്രമവും. വേണ്ടത്ര ആലോചിക്കാതെയാണ് ശരിയെന്ന് പറഞ്ഞത്. ഉച്ച തിരിയുമ്പോഴേക്കും ഭാനു കാത്തിരിപ്പ് തുടങ്ങും. നാളെ വരുള്ളൂ എന്ന് ടെലിഫോൺ ചെയ്ത് പറയാം. കലശില് കൂട്ടും, പരിഭവിക്കും. ഏതായാലും ഉച്ച തിരിയട്ടെ. അപരാധബോധം തോന്നുന്നു. ഇത്ര പെട്ടെന്ന് സ്വീകരിക്കരുതായിരുന്നു. പക്ഷെ സന്ദർഭം വിട്ട് കളയുന്നതും ബുദ്ധിമോശമാവും. അവരോട് അടുക്കേണ്ടത് ആവശ്യമാണ്. പുലാവ് നൂറിയുടെ കാര്യത്തിൽ ഹോക്കിനെ പോലെ താല്പര്യം അവർക്കും. എടാ ഫാസി, വിളി കേട്ടുവെങ്കിലും സ്ഥലകാലബോധം വരാൻ അല്പം നേരം എടുത്തു. വന്നപ്പോൾ ഒന്നും ഞെട്ടി. സ്റ്റിയറിംഗ് പിടിച്ച കൈ വെട്ടി. കാറൊന്നുലഞ്ഞു. നിവർന്നിരുന്ന് നിയന്ത്രണം വീട്ടെടുത്ത് പരുഷസ്വരത്തിൽ പറഞ്ഞു, കാർ ഓടിക്കുമ്പോ ഇങ്ങനെ ഞെട്ടിക്കരുത് കേട്ടോ കുട്ടമ്മാമ്മ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നല്ല സ്പീഡിലാ പോണത്. ഞാൻ വിചാരിച്ചു നീ ഉറക്കം തൂങ്ങാണെന്ന്. ഉറക്കം തൂങ്ങി? 90 മൈലിൽ പോകുമ്പോൾ കണക്കായി. 90? അയ്യോ, കുറയ്ക്കടാ, ഡേഞ്ചറസ് ആണ്. ഈ കാറിൽ 100-110 വരെ പോവാം. ഒട്ടും പേടിക്കണ്ട. അതൊന്നും വേണ്ട, കുറയ്ക്ക്. പതുക്കെ പോയാൽ മതി.
പതുക്കെ ഓടിക്കാൻ ഒരു രസമില്ലാത്ത കാറാണ്. സ്പോർട്സ് മോഡൽ അല്ലേ? പതുക്കെ വിട്, അത്ര രസം മതി. ആക്സിലേറ്ററിൽ നിന്ന് കാല് അല്പം ഉയർത്തി. അല്പം. സ്പീഡോമീറ്ററിന്റെ സൂചി സാവധാനത്തിൽ 70ലേക്ക് താണു. അതിലും കുറഞ്ഞാൽ ഒട്ടും രസമില്ല. തന്റെ മണ്ട കാറ് പോലെ അല്ല. കാറാണെങ്കിൽ ഇങ്ങനത്തെ വലുതുമായിരിക്കണം. ചിലർക്ക് അങ്ങനെ ഒരു സൂക്കേടുണ്ട്, കുട്ടമ്മാവൻ പറഞ്ഞു. സ്റ്റിയറിംഗ് തൊട്ടാൽ ഉറക്കം വരും. ഞാൻ തന്നെ അതല്ലേ കാർ ഓടിക്കാത്തത്. എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും ഡ്രൈവിംഗ് ഈസ് എ സിക്സ്ത് സെൻസ്. അതെ, അത് ശരിയാണ്. മനഃപൂർവ്വം ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് മനസ്സ് ഏറ്റവും ജാഗ്രതയോടെ ഇരിക്കുന്നത്. ആലോചിച്ച് മനോരാജ്യത്തിൽ വഴുതി വീഴുമ്പോഴും കണ്ണും കൈയും ജാഗരൂകമായിരിക്കും. ശ്രദ്ധയുടെ ഒരംശം എല്ലായ്പ്പോഴും റോട്ടിലായിരിക്കും. നല്ല കാറാണല്ലേ? മണിക്കുട്ടി പുതിയതൊരെണ്ണം വാങ്ങണം എന്ന് പറഞ്ഞ് ഒറ്റക്കാലിന്മേലാ നിൽക്കണത്. വേണ്ടതാണ്, അമ്മായിയുടെ കാറ് പഴയതായി. അത് ശരിയാണ്. പക്ഷെ കാറിന്മേൽ കൊണ്ടുപോയിരുന്ന കാശ് അപ്പടി നഷ്ടാണ്. കാശ് മാത്രം നോക്കിയാൽ മതിയോ? കാറ് ആവശ്യമുള്ള സാധനമല്ലേ? അതും അമ്മായിയുടെ സോഷ്യൽ വർക്കിന് കാർ ഇല്ലാതെ പറ്റില്ല. ഇതേപോലെ ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കൂ കുട്ടമ്മാമ. ഇതുപോലെ ഒരെണ്ണോ? ശിവ ശിവ, തല പൊളിയും. ഇത്തിരി വില ജാസ്തി കൊടുത്താൽ എന്താ? എന്തൊരു സ്മൂത്ത് പെർഫോമൻസ് ആണ് നോക്കൂ. നടുവൊന്ന് നിവർത്തി സ്റ്റിയറിംഗ് മേലിലേക്ക് കൂന്നിരുന്ന് ആക്സിലേറ്റർ ക്രമേണ കീഴോട്ട് അമർത്തി. കാറ് പൂച്ചക്കുട്ടിയെ പോലെ കുറുന്ന് കുറുകിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. സ്പീഡോമീറ്ററിന്റെ സൂചി 80 കടന്ന് 90ലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. വഴി ശൂന്യമായിരുന്നു. ഹെഡ്ലൈറ്റ് എത്തുന്നിടത്തോളം ദൂരം. വെള്ളി ഉരുക്കി ഒഴിക്കുന്നത് പോലെയുള്ള വെളിച്ചത്തിൽ കറുത്ത നാട പോലെ നീണ്ടുകിടക്കുന്ന പാതയിൽ നിന്നു നനുത്ത പുക പോലെ നീരാവി ഉയരുന്നുണ്ട്. ഇരുവശത്തുമുള്ള പുൽത്തുണ്ടുകളിൽ നക്ഷത്രപ്പൊരി പോലെ തിളങ്ങുന്ന മിന്നാമിനുങ്ങൾ മങ്ങി അദൃശ്യമാകുന്നു. വെളിച്ചത്തിൽ മിന്നിപ്പറക്കുന്ന പ്രാണികൾ വിൻസ്ക്രീനിൽ വീണ് ചതഞ്ഞു ചാവുന്നു. സൂചി 90-നപ്പുറം കടന്നു. ഓട്ട കണ്ടിട്ട് കുട്ടമ്മാമനെ നോക്കി. മുഖഭാവം തിരിച്ചറിയാൻ ഒക്കില്ലെങ്കിലും ആൾ പേടിച്ച് വിറച്ചിട്ടാണ് ഇരിപ്പെന്ന് വ്യക്തം. ഡാഷ്ബോർഡിൽ കൈ കുത്തിയിട്ടുണ്ട്. ഇത്തിരി പേടിക്കട്ടെ. ആരും പറഞ്ഞില്ലല്ലോ സ്വർഗത്തിൽ കട്ടുറുമ്പായി കൂടെ വരാൻ. കോലാലംപൂരിൽ എത്തുമ്പോഴേക്കും മതിയും കൊതിയും തീരണം. ഇനി ഒരിക്കൽ ശത്രു വയ്ക്കാൻ വരരുത്. ജെന്നി അതേ കിടപ്പാണ്. എത്രയും വേഗത്തിലൊട്ടിക്കുന്നുവോ അത്രയും സന്തോഷമാണ് അവൾക്ക്. ആദ്യം താൻ തന്നെ ഒന്ന് ഞെട്ടുകയുണ്ടായി. എന്തൊരു വിടലാണ് വിട്ടത് പോർട്സ്വെറ്റൻഹാമിലേക്ക്. സ്പോർട്സ് കാർ കണ്ടപ്പോൾ തോന്നിയത് പരിഷ്കാരത്തിന് വാങ്ങിയതാവുമെന്നാണ്. പണക്കാരായ ചീനരുടെ ചെറുപ്പക്കാരികളായ ഭാര്യമാർക്കും മക്കൾക്കും സ്പോർട്സ് കാർ കൊണ്ടു നടക്കുന്ന ഒരു അന്തസ്സാണ്. മെഴ്സിഡസ് സ്പോർട്സ്, കാർമൻ ഗിയ ക്യൂപ്പേ, അങ്ങനെ പലതും. അതുപോലെയാവും മിസസ് ഹോക്ക് വോൾവോ വാങ്ങിച്ചത്. അതിൽ തന്നെ പോകാം പോർട്സ്വെറ്റൻഹാമിലേക്ക് എന്ന് നിർബന്ധിച്ചപ്പോൾ പ്രതാപം കാണിക്കാനാവും എന്ന് കരുതി. മജസ്റ്റിക്കിൽ നിന്നിറങ്ങി മ്യൂസിയം നെഗാരോ കഴിഞ്ഞ് ട്രാവേഴ്സ് റോഡ് പിന്നിട്ട് പെറ്റാലിൻ ജയ ഹൈവേയിൽ എത്തുന്നത് വരെയും സാവധാനത്തിൽ തപ്പി എന്ന് തോന്നുന്ന മട്ടിലാണ് അവൾ ഓടിച്ചത്. പക്ഷേ ഹൈവേയിൽ കയറി ആദ്യത്തെ ട്രാഫിക് ലൈറ്റ് കടന്നതോടുകൂടി ഭാവം മാറി. വാണം പോലെയായിരുന്നു പിന്നത്തെ പോക്ക്. ഇടയ്ക്ക് തന്നെ നോക്കി ഒന്ന് പുഞ്ചിരി തൂക്കും. ഉള്ളിൽ നേരിയ അസ്വസ്ഥത തോന്നിയിരുന്നുവെങ്കിലും താൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനിയെ പോലെ കുലുങ്ങിച്ചിരിക്കും. സ്കൂൾ കുട്ടിയാണെന്നാണ് ആദ്യം കരുതിയത്. മെജസ്റ്റിക്കിന്റെ മുൻപിൽ കാർ നിർത്തി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അടുത്ത് വന്നപ്പോഴേ ആളെ തിരിച്ചറിഞ്ഞുള്ളൂ. എന്തൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പൗഡറോ ലിപ്സ്റ്റിക്കോ കണ്ടിട്ടില്ലാത്ത മുഖം. 17-കാരിയുടേത് പോലെ പുതുമ മായാത്തതാണ്. നിഷ്കളങ്കവും കൗതുകകരവും. തലമുടി ചുരുളഴിഞ്ഞ് തോള് വരെ ഞാന്നു കിടക്കുന്നു. കാതിലും കഴുത്തിലും ലളിതമായ കോസ്റ്റ്യൂം ജ്വല്ലറി. കടും നീല നിറത്തിലുള്ള ആർഭാടമൊന്നുമില്ലാത്ത മിനി സ്കർട്ട്. തുള്ളിയുള്ള നടത്തം. ദൂരം പോരാ, അല്ലെങ്കിൽ 100 കടക്കാം. അവൾ തല ഒരു വശത്തേക്ക് ചെരിച്ച് ഇടകണ്ണിട്ട് നോക്കിക്കൊണ്ട് പറയുന്നു, 90 കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ക്ലാങ് നഗരത്തോട് അടുത്തു തുടങ്ങിയിരിക്കുന്നു. മിസ്സസ് ഹോക്കിന് നല്ല കൺട്രോൾ ഉണ്ട്. ഇത് നിസ്സാരം. ഈ റോട്ടില് ഒറ്റയടിക്ക് 10-15 നാഴികയെ ചൊവ്വിന് കിട്ടുള്ളൂ. 30-40 കിട്ടുമെങ്കിൽ 100-നപ്പുറം പോവാം. ഈ പോവിലേക്ക് പോകുമ്പോ പതിവുണ്ട്. സ്ലിം റിവർ കഴിഞ്ഞിട്ട് അല്ലേ? അതെ, എനിക്ക് സ്പീഡിൽ പോവാൻ വലിയ ഇഷ്ടമാണ്.
മിസ്റ്റർ ഹോക്കിന് 50 കടക്കുമ്പോഴേക്കും വെപ്രാളം തുടങ്ങും. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. ക്ലാങ് പുഴയുടെ മീതെയുള്ള നീണ്ട 2 നിലപ്പാലം കടന്ന് സ്വെറ്റിൻഹാമിലേക്കുള്ള വീതിയേറിയ വഴിയിലെത്തിയപ്പോൾ അവൾ ചോദിക്കുന്നു, ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നോ? എത്താറായില്ലോ, മടക്കത്തിനാവാം. 100 കടക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അവൾ അത്ഭുതത്തോടെ നോക്കുന്നു. ആ നോട്ടത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അത്ര വേഗത്തിൽ മുൻപൊരിക്കലും ഓട്ടിച്ചിട്ടില്ല. തന്റെ പഴയ ആസ്റ്റൽ കേംബ്രിഡ്ജ് 50-അപ്പുറം പോവില്ല. സ്റ്റിയറിംഗ് കിടന്ന് വെട്ടിത്തുടങ്ങും. മാറ്റേണ്ട കാലം അതിക്രമിച്ചു. ശ്രീചേട്ടനെ 1-2 കുറി സൂചിപ്പിക്കായികയല്ല. കമ്പനി വക എല്ലാ കാര്യത്തിനും മൂപ്പരെ ആശ്രയിക്കണമല്ലോ. തനിക്ക് ഒരു അധികാരവുമില്ല. പേരിന് മാത്രം ഡെപ്യൂട്ടി ജനറൽ മാനേജർ. ഡെപ്യൂട്ടി വെറും ഡെപ്യൂട്ടി. പണിയെടുക്കാൻ താൻ വേണം. ശ്രീചേട്ടൻ ഇരുന്ന് കൽപ്പിച്ചാൽ മതി. ഭാസി അത് ചെയ്, ഭാസി ഇത് ചെയ്, ഭാസി നാളെ പെനാങ്കിൽ പോ, ഭാസി മിനിസ്റ്ററിലേക്കൊന്ന് ഫോൺ ചെയ്, അത് ചെയ് ഇത് ചെയ്. 4 കാശിന്റെ കാര്യം വരുമ്പോ ആളുടെ ഭാവം മാറും. മൂപ്പർക്ക് ബെൻസ് തന്നെ വേണം. അതും ചെറുതു പോരാ, 2.8 തന്നെ വേണം, എയർ കണ്ടീഷൻഡ്. എനിക്ക് എന്ത് ജാലപ്പി ആയാലും കൊള്ളാം. ഓൾഡ് ക്രോക്ക് വരട്ടെ. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ബെൻസ് തന്നെ വാങ്ങിക്കണം. ശ്രീചേട്ടന്റെ കാറിൽ ഇരിക്കുമ്പോഴൊക്കെ തോന്നാറുള്ളതാണ്. എവിടെയാണ് പോകേണ്ടത്? ജെന്നി ചോദിക്കുന്നു. ഞാൻ സാധാരണ പോകാറുള്ളത് സൺകീയിലാണ്. എന്നാൽ അവിടെ തന്നെയാവാം. അത് വേണ്ട, അവിടെ നിറയെ പരിചയക്കാരായിരിക്കും. സ്വൈരമായ ഒരിടത്തിരുന്ന് വർത്തമാനം പറയാൻ സൗകര്യം കിട്ടില്ല. അത്ര തിരക്കില്ലാത്ത വേറെ എവിടെയെങ്കിലും പോവാം. ശരി, എനിക്കൊരിടം അറിയാം. എവിടെയാ? നേരിട്ട് പോയി ആദ്യത്തെ തിരിവിൽ ഇടത്തോട്ട് തിരിക്കൂ. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് വീതി കുറഞ്ഞ വഴിയിലൂടെ കുറച്ചു ദൂരം പോയി നിർത്തുന്നു. വഴി മുറിഞ്ഞു കടന്ന് റെസ്റ്റോറന്റിൽ കയറുന്നു. താഴത്ത് ബഹളമാണെങ്കിലും മുകളിൽ നല്ല സൗകര്യമാണ്. ജനാലയിലൂടെ തുറമുഖം കാണുകയും ചെയ്യാം. പോർട്ട് സ്വെറ്റിൻഹാമിൽ വന്നാൽ ഇവിടെയാണ് കയറുക പതിവ്. താൻ മാത്രമല്ല, ശ്രീചേട്ടനും കരുണനും ഒക്കെ. ഒന്ന് ഞെട്ടി. അവരിൽ ആരെങ്കിലും അവിചാരിതമായി ഇവിടെ പറഞ്ഞു വെച്ച പോലെ കയറി ചെന്നത് സുഖുവേട്ടന്റെ മുമ്പിൽ. കൂടെ അമ്മായിയുമുണ്ട്. ഒന്ന് അറച്ചു നിൽക്കുന്നു. നിമിഷ നേരം മാത്രം. തന്നേക്കാൾ ജാള്യത്തിന് അവകാശം അവർക്കാണല്ലോ. അവർ മുഖം ഉയർത്തുന്നു. മുട്ടിയുരുമി ഇരുന്നിടത്ത് നിന്ന് ഒന്നകന്നിരിക്കുന്നു. ഉള്ളിൽ ചിരി വന്നു. ജെന്നിയെ പരിചയപ്പെടുത്തുന്നു. മിസ്സിസ് ഹോക്ക്, ഇത് സുകുമാർ മേനോൻ, എന്റെ ബന്ധു. ഇത് എന്റെ അമ്മായി. പരിചയപ്പെട്ടത് സന്തോഷം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് മേനോൻ. സുകുവേട്ടൻ വിളറൽ. അമ്മായിക്ക് പക്ഷെ ഒരു കൂസിപ്പില്ല. തികച്ചും സ്വാഭാവികമെന്ന് തോന്നിക്കുന്ന ഒരു പുഞ്ചിരി പൊഴിക്കുന്നു. എന്നാലും ജെന്നി പറ്റിച്ച പറ്റ മനസ്സിലാകായിക കൊണ്ടാണെങ്കിലും കാറ് വലിയൊരു വളവിനെ സമീപിക്കുകയാണ്. ഭാസി വേഗത കുറച്ചു. എത്തിയോ? പിന്നിൽ നിന്ന് അപ്രതീക്ഷിതമായ ചോദ്യം. എവിടെയായി? ആയിട്ടില്ല. വളവ് തിരിയുന്നതിനിടയിൽ പറഞ്ഞു, 1/2 മണിക്കൂറിനകം എത്തിക്കാം. മിസ്സിസ് ഹോക്ക് വീണ്ടും സീറ്റിൽ മലർന്നു കിടന്നു. കണ്ണാടിയിൽ അവരുടെ ശിരസിന്റെ രൂപരേഖ കാണാം. ഇനിയെങ്കിലും കുറച്ച് പതുക്കെ വിട്, കുട്ടമ്മാമൻ പറഞ്ഞു. എന്തൊരു പോക്കാ പോക്ക്, ഒരന്തല്ലാതെ. കാറ് നല്ലതാന്ന് വെച്ചിട്ട് വിവരക്കേട് കാണിക്കരുത്. വേഗം വിട്ടാൽ നേരത്തെ എത്തിക്കൂടെ? കുട്ടമ്മാമനെ എവിടെയാ ഇറക്കേണ്ടത്? കെയിലിൽ എത്തട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ശരി, കെന്നി ഹില്ലിൽ കൊണ്ടുപോയി വിടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ്. ബാത്ത് റൂട്ടിൽ ഇറക്കാം. അവിടുന്ന് നടക്കട്ടെ, അല്ലെങ്കിൽ ടാക്സി പിടിക്കട്ടെ. ഞാനും നിന്റെ കൂടെ ഉണ്ടെന്ന് പറയാഞ്ഞാൽ മതി. പറയൂന്ന് പേടിക്കണം. നേരത്തെ അമ്മായിയെ അറിയിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ ആശങ്കയുണ്ടാവും. അവിടെ ആള് വേറെ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് മേനോൻ, അവർ സന്തുഷ്ടരായ ദമ്പതികളാണ് അല്ലേ? പഴയ തുറമുഖത്തേക്ക് കടക്കുന്ന ഗേറ്റിലൂടെ പ്രവേശിക്കുമ്പോൾ ജെന്നി പറയുന്നു. കടലിൽ നിന്ന് നല്ല തണുത്ത കാറ്റ്. അതെ, ഭാഗ്യം ചെയ്തവർ. ജെന്നി നെടുവേർപ്പിടുന്നു. ഭാഗ്യം ചെയ്ത ദമ്പതികൾ, സുഖുവേട്ടനും അമ്മായിയും. ചിരി പൊട്ടുമോ എന്ന് ഭയപ്പെട്ട് വായ ഇറുക്കി പിടിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിപ്പോയ സുഖുവേട്ടനും അമ്മായിയും ഇവിടെ എവിടെയെങ്കിലും കാറ്റുകൊണ്ട് നടക്കുന്നുണ്ടാവുമോ? അവരെത്ര കാലായി വിവാഹിതരായിട്ട്? എന്തൊരു ചോദ്യം! അവര് മനസ്സുകൊണ്ട് പെട്ടെന്ന് കണക്ക് കൂട്ടുന്നു. 10-20 കൊല്ലമായിരിക്കും. പെരുമാറ്റം കണ്ടിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. ഉള്ളിൽ അസ്വസ്ഥത. അവളുടെ തെറ്റിദ്ധാരണ ആദ്യമേ തീർക്കേണ്ടതായിരുന്നു. കൂടുതലൊന്നും അന്വേഷിക്കാൻ ഇടയില്ലെന്ന് കരുതി അത് ചെയ്തില്ല. ഇപ്പോൾ പുലിവാലായി. ഇനിയും വല്ലതും കുത്തി ചോദിച്ചാൽ വെള്ളത്തിലാവും.
പിന്നീട് എപ്പോഴെങ്കിലും സുഖുവേട്ടനെ അമ്മായി അടുത്തറിയാൻ ഇടയായാൽ നമുക്ക് ഈ അരമതിലിന്മേൽ ഇരിക്കാം. ശരി. ജെന്യു നല്ല ഒരിടം നോക്കി പൊടി തട്ടിയിരിക്കുന്നു. മിസ്റ്റർ കുറുപ്പിനെ ഇതുവരെ വലിച്ചിഴിച്ചു കൊണ്ടുവന്നത് ക്ഷമിക്കണം, പ്രത്യേകിച്ചും ഭാര്യയുടെ അടുത്ത് പോകാൻ നിൽക്കുമ്പോൾ. അത് സാരമില്ല, താൻ അവളുടെ സമീപത്തിരിക്കുന്നു. കൂടെ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമാണ്. താങ്കൾക്ക് വരാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. എനിക്ക് അത്രമാത്രം ഏകാന്തത തോന്നിയത് കൊണ്ടാണ് ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിച്ചത്. ഫോണിലും ഇത് തന്നെ പറഞ്ഞുവല്ലോ. എനിക്ക് വിശ്വാസം വരുന്നില്ല. മിസ്സിസ് ഹോക്കിന് മറ്റെത്രയോ മിത്രങ്ങളുണ്ട്. മാത്രമല്ല തിരക്ക് പിടിച്ച ജീവിതമല്ലേ, വിരുന്നുകള്, വിനോദങ്ങള്, പാർട്ടികള്. അതൊക്കെ ഉണ്ടെങ്കിൽ ഏകാന്തത തോന്നില്ലെന്നാണോ മിസ്റ്റർ കുറുപ്പിന്റെ വിചാരം? അവൾ വല്ലാത്തൊരു ചിരി ചിരിക്കുന്നു. എന്റെ സ്ഥിതി മിസ്റ്റർ കുറുപ്പിന് ഊഹിക്കാൻ പോലും കഴിയില്ല. ഞാൻ പുറന്തള്ളപ്പെട്ടവളാണ്. പുറന്തള്ളപ്പെട്ടവളോ? അതെ, എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എന്റെ സുഹൃത്തുക്കളല്ല, മിസ്റ്റർ ഹോക്കിന്റെ സുഹൃത്തുക്കൾ. പുറമേക്ക് മാത്രം അവർ സുഹൃത്തുക്കളാണ്, ഉള്ളുകൊണ്ട് അവർക്കൊക്കെ എന്നെ പുച്ഛമാണ്. ഒരു കാര്യം മിസ്റ്റർ കുറുപ്പ് മനസ്സിലാക്കണം, ഞാൻ ഉന്നത വൃത്തങ്ങളിൽ ജനിച്ചവളല്ല, സ്വന്തം മിടുക്കുകൊണ്ട് ഉന്നത വൃത്തങ്ങളിൽ കടന്നു ചെന്നവളുമല്ല. അതുകൊണ്ട് ഉന്നത വൃത്തങ്ങൾ എന്ന് പറയുന്നവർ എന്നെ ഇപ്പോഴും സ്വന്തമായി സ്വീകരിച്ചിട്ടില്ല. അവരുടെ കണ്ണിൽ ഞാൻ വെറുമൊരു കൊട്ടാരഗണിക മാത്രമാണ്. മിസ്റ്റർ ഹോക്കിന്റെ മൂന്നാമത്തെ വെപ്പാട്ടി. പണ്ട് എന്ന് വെച്ചാൽ പഴയ ചൈനയിൽ വെപ്പാട്ടികൾക്ക് ഉയർന്ന പദവിയും മാന്യതയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. തൽക്കാലം മിസ്റ്റർ ഹോക്കിനെ എന്നോട് ഇഷ്ടമാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എന്നെ സഹിച്ചു പോരുന്നു. പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല. മിസ്റ്റർ ഹോക്കിന്റെ സ്വരം ക്രമേണ വിഷാദപൂർണമായി വരികയാണ്. അവരുടെ വാക്കുകൾ തന്റെ ഹൃദയത്തിൽ എവിടെയോ സ്പർശിക്കുന്നതായി തോന്നുന്നു. എന്തോ ഒരു ആത്മാർത്ഥതയാണ് അവയിൽ. പഴയ ജട്ടിയും ബാർഫും താരതമ്യേന ശൂന്യമാണ്. നെടുനീളത്തിൽ കെട്ടിയ തകര ഷെഡിൽ അങ്ങിങ്ങി ചിലർ കാറ്റുകൊള്ളാൻ ഇരിക്കുന്നുണ്ട്. പൊടിയും മാറാലയും പിടിച്ച വിളക്കുകളുടെ മങ്ങിയ പ്രകാശത്തിൽ നിഴലുകൾ പോലെയേ തോന്നൂ. മുൻപിൽ പഴയ തുറമുഖത്തിന്റെ ആഴം കുറഞ്ഞ ചെളി കെട്ടിയ ഇരുൾപ്പരപ്പാണ്. അകലെ 2-3 നാഴിക ദൂരെ നങ്കൂരമുട്ട് കിടക്കുന്ന കച്ചവട കപ്പലുകളുടെ വിളക്കുകൾ കാണാം. വടക്ക് നീങ്ങി പുതിയ തുറമുഖത്തിന്റെ മീതെ പരിവേഷം പോലെ ചുഴിഞ്ഞു നിൽക്കുന്ന പ്രഭാവലയവും. വിദൂരമായ ആ പ്രകാശം പഴയ ബന്ദറിന്റെ ഏകാന്തതയും നിർജീവതയും ഇരട്ടിപ്പിക്കുന്നു. ഞാൻ ബോറാക്കുന്നെങ്കിൽ മിസ്റ്റർ കുറുപ്പ് ക്ഷമിക്കണം. ബോറോ? ഒരു ബോറുമില്ല. മിസ്സിസ് ഹോക്ക് പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. അതിൽ അത്ഭുതമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ചീനരുടെ ഇടയിലുള്ള തൊഴുത്തിൽ കുത്തുകളൊന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് സ്വന്തമായി ചീനരുടെ ഇടയിൽ കൂട്ടുകാരേയില്ല. ഇന്ത്യക്കാരാണ് കൂടുതലുള്ളത്, സിലോണീസും. അതെയോ? അതെ, നിങ്ങൾ ചീനരെ പോലെ അല്ല, ആത്മാർത്ഥതയുള്ളവരാണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അത്രയേ ഉള്ളൂ. അല്ല, താരതമ്യേന ചീനന്മാരെക്കാൾ എത്രയോ ആത്മാർത്ഥതയുള്ളവരാണ് ഇന്ത്യക്കാർ. ഞാൻ ചീനത്തിയാണ്, എന്നാലും ഞാൻ അവരോട് വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും പറയാം. മിസ്സിസ് ഹോക്ക് നെടുവീർപ്പിട്ട് പുതിയ തുറമുഖത്തിന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കാറ്റത്ത് അവരുടെ പെർഫ്യൂമിന്റെ സുഗന്ധം മൂക്കിലടിക്കുന്നു. നല്ല വാസന. ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിക്കാവും അല്ലേ? മിസ്സിസ് ഹോക്ക് വീണ്ടും നെടുവീർപ്പിടുന്നു. ഞാൻ കുറച്ചു ദിവസമായി അല്പ അസ്വസ്ഥയാണ്. കാരണമുണ്ടായിട്ടാണെന്ന് വെച്ചോളൂ. എന്താ സംഗതി? പലതുമുണ്ട്, പലതും. ആലോചനാമഗ്നിയായിട്ടാണ് പറയുന്നത്. പെട്ടെന്ന് ഭാവം മാറുന്നു. കൃത്രിമമായ ഉല്ലാസത്തോടെ പറയുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് രസമുള്ള എന്തെങ്കിലും പറയാം. അതല്ല, പറയാവുന്നതാണെങ്കിൽ അത് മറന്നു കളയൂ. മിസ്സിസ് ഹോക്ക് നിസാര ഭാവത്തിൽ തള്ളുന്നു. ആ, ഞാൻ ചോദിക്കാൻ മറന്നു. മറ്റേ പദ്ധതിയുടെ കാര്യം മിസ്റ്റർ ഹോക്കുമായി പിന്നീട് സംസാരിച്ചുവോ? ഇല്ല. മറ്റൊരവസരമായിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് വാചാലമായി പ്രസംഗിച്ചേനെ. പക്ഷെ ഇപ്പോൾ പറയണമെന്ന് തോന്നുന്നില്ല. അവരുടെ വിഷാദം എന്തെന്നറിയാനാണ് തിടുക്കം തോന്നുന്നത്. ബാക്കിയൊക്കെ നിസ്സാരമാണ്. എന്തേ സംസാരിക്കാഞ്ഞത്? അദ്ദേഹത്തിന് ഒഴിവുണ്ടായിരുന്നില്ല. മിസ്സിസ് ഹോക്ക് കുറച്ചു നേരെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ശേഷം വേദനയോടെന്ന പോലെ പറയുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ പലതിനും ഒഴിവ് കിട്ടുന്നില്ല. മിസ്സിസ് ഹോക്കിന്റെ വിഷാദം തന്നിലേക്ക് വ്യാപിക്കുന്നതായി തോന്നുന്നു. കുറെ കൂടെ ചേർന്നിരിക്കണം, അവരുടെ കരം ഗ്രഹിക്കണം, എന്നിട്ട് ചെവിയിൽ എന്തൊക്കെയോ മന്ത്രിക്കണം എന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാഞ്ഞാൽ ശ്വാസം മുട്ടി മരിക്കുമെന്നും. നിയന്ത്രിക്കാൻ നന്നേ പണിയുണ്ട്. പെർഫ്യൂമിന്റെ സുഗന്ധം സിരകളിൽ ലഹരി കയറ്റുന്നു. മതി, നമുക്ക് പോവാം. യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവർ എഴുന്നേൽക്കുന്നു.
എടുക്കാൻ ഭാവിച്ച ഐസ്ക്രീം കോപ്പ കയ്യിൽ നിന്ന് വഴുതി താഴെ വീണുടഞ്ഞ പ്രതീതി. താനും എഴുന്നേൽക്കുന്നു. തണുത്ത കാറ്റേറ്റ് കാറിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ തലയിലെ പുക സ്വല്പം അടങ്ങുന്നു. എന്തൊക്കെ വിഡിത്തങ്ങളാണ് താൻ ആലോചിച്ചത്. പനി പിടിച്ചു കിടക്കുമ്പോൾ കാണുന്ന അർത്ഥമില്ലാത്ത സ്വപ്നങ്ങൾ. തന്റെ മനോരാജ്യം ഈ വഴിക്കൊന്നും തിരിയാറില്ല. പക്ഷെ വിഡിത്തമാണെങ്കിലും അർത്ഥശൂന്യമാണെങ്കിലും ഒരു രസമൊക്കെ തോന്നുന്നു. ഇതേവരെ അറിഞ്ഞിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തിന്റെയോ നടുക്കാണ് താൻ വന്നുപെട്ടിരിക്കുന്നത്. ഭയം തോന്നിപ്പിക്കുന്ന ഒരുതരം ലഹരി തന്നെ പിടികൂടിയിരിക്കുന്നു. പുതിയതെന്തോ ഒന്ന് തന്നിൽ കിളിർത്തിരിക്കുന്നു. അത് തന്നെ ആകെ. മുഖത്ത് വെള്ളമൂർക്കുന്നത് പോലെ വെളിച്ചം. വീണ്ടും നാശം. മറ്റൊരു ലോറിയാണ്. അതും ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ കടന്നുപോയി. ഈ ലോറിക്കാരെല്ലാം ഇങ്ങനെയാണ്. എല്ലാറ്റെയും പിടിച്ച് ജയിലിലിടണം. ഹോക്കിന്റെ ലോറിയല്ലേ കടന്നുപോയത്? ആയിരിക്കാം. അതെ, കുട്ടമാമൻ ഉറപ്പിച്ചു പറഞ്ഞു. ഹോക്ക് കൺസ്ട്രക്ഷൻ എന്ന് കണ്ടു. ഹോട്ടൽ പണിക്കുള്ള സിമന്റ് ആണെന്ന് തോന്നുന്നു. ആയിരിക്കാം. ആണെങ്കിൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? അയാൾക്കിപ്പോ എത്ര ഹോട്ടലുണ്ടാകെ? അറിഞ്ഞൂടാ. എല്ലാം കൂടി ഒരു ഡസൻ കാണോ? ഉണ്ടാവാം. മലേഷ്യയിലും സിംഗപ്പൂരിലും മാത്രമല്ല, ബാങ്കോക്കിലും ഹോങ്കോങ്ങിലും ജക്കാർത്തയിലും ഒക്കെ ഉണ്ടല്ലോ. എന്നാലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചീനന്മാരെ കണ്ടു പഠിക്കണം. വല്ലാത്ത പഹ്യന്മാരാണ്. അവര് കാശെറിഞ്ഞ് കാശ് വാരണോരാണ്. പൂഴ്ത്തി വെച്ച് തിരുമി ഉണ്ടാക്കണോരല്ല. പറഞ്ഞ് നാക്കെടുത്തപ്പോൾ തോന്നി പറഞ്ഞത് കുട്ടമ്മാമന് കൊള്ളുമെന്ന്. കരുതിക്കൂട്ടി പറഞ്ഞതല്ലെങ്കിലും സാരമില്ല, കൊള്ളട്ടെ. സമയം എന്തായി? 9. ഡാഷ്ബോർഡിലെ ക്ലോക്ക് നോക്കൂ. ഇത്രേ ആയിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച് 10-11 ആയിരിക്കും. പുറത്തെ ഇരുട്ട് കാരണമായിരിക്കും തോന്നുന്നത്. പുറത്ത് നല്ല ഇരുട്ടാണ്. റോഡ് ഏകാന്തവും നിശബ്ദവും. കുന്ന് പിളർന്നു പോകുന്ന പാതയുടെ ഇരുവശത്തുമുള്ള ഉയർന്ന തെണ്ടുകളിൽ പ്രതിധ്വനിക്കുന്ന കാറിന്റെ മുരളൽ മാത്രമേ മൂകത ഭഞ്ജിക്കുന്നുള്ളൂ. കുന്നിൻപുറത്തെ നിബിഡമായ കാടുകൾ നിഴലുപോലെ പിന്നോക്കം പായി. ഓപ്പള് ഇപ്പൊ അവിടെ കിടന്ന് കലശിൽ കൂട്ടുകയാവും. എന്തിന്? നീ പറഞ്ഞത് കേൾക്കാതെ പോന്നതിന്. ഓ ഷക്സ്, ഞാൻ ഉള്ള കുട്ടിയൊന്നും അല്ലല്ലോ. അമ്മയെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഡോണ്ട് വറി. കുട്ടമ്മാമിന്റെ മൂക്ക് ഇടിച്ചു പരത്താനുള്ള ദേഷ്യം തോന്നി. അതൊക്കെ അപ്പോഴേ മറന്നിരുന്നു. ഇപ്പൊ ഓർമ്മിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മനഃപൂർവ്വം ചെയ്തതാണ്, തന്നെ നുള്ളി നോവിക്കാൻ. അമ്മ കലശിൽ കൂട്ടും ത്രേ. കൂട്ടട്ടെ, ഭാനുവും കലശിൽ കൂട്ടും. ആരാണാവോ അവളോട് കൂട്ടിക്കൊടുത്തത്? എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് വ്യക്തമല്ല. അവൾ സൂചിപ്പിക്കുകയേ ചെയ്തുള്ളൂ. പക്ഷെ അമ്മയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞോട്ടെ, പുല്ലാണ്, പുല്ല്. അവളുടെ പിടിവാശി കാണുമ്പോൾ കൂടുതൽ ചെയ്യാനാണ് തോന്നുന്നത്. എന്തൊരു പിടിവാശി! അപ്പോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആരെയെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, തുടങ്ങും കിടികിടിന്ന്. എന്താ ഇത്ര വെപ്രാളപ്പെടാനുള്ളത്? ആണുങ്ങളാവുമ്പോ കുറേശ്ശെ അങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ണടക്കിയാണ് ഭാര്യമാർ വേണ്ടത്. അധികം മൂക്കുകയറിട്ടാൽ കുതിരിപ്പോവുകയുള്ളൂ. അതവൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അവളുടെ പാട്. മറ്റുള്ളവർ മനസ്സിലാക്കണം. എന്നാൽ അവർക്കും നന്ന്. ആരും ഉപദേശിക്കാനൊന്നും വരണ്ട. ഉപദേശിക്കാൻ വരുന്നവരുടെ കഥ. കുട്ടമ്മാമിനെ ഒന്ന് നോക്കി. അമ്മായി പരസ്യമായി സുഖേട്ടിന്റെ കൂടെ. കുട്ടമ്മാമിന് കേസില്ല. ഉപ്പന് തന്നെ തമിഴത്തിയുടെ കൂടെ. അതിലും കേസില്ല. വല്യച്ഛൻ ചീനത്തിയുടെ കൂടെ 5-6 കൊല്ലം. കേസില്ല. ഭാസി ആരോടെങ്കിലും ഒന്ന് നോക്കിപ്പോയാൽ തീർന്നു. ആകാശം ഇടിഞ്ഞു വീണത് തന്നെ. ഒരു ചെക്കനിവിടെ കഞ്ചാവും കുടിച്ച് ആരുടെ എല്ലാമോ പിന്നാലെ നടക്കുന്നുണ്ട്. കേസില്ല. അമ്മ അവന് ഇഷ്ടം പോലെ കാശ് കൊടുക്കുന്നു. ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നു. അവളാണെങ്കിൽ അതിലൊന്നും കുഴപ്പമില്ല. അതിലൊന്നും കുഴപ്പം കാണാത്തവർ ഭാസി ഉപദേശിക്കാൻ വരണ്ട. ഭാസി അത്രയ്ക്ക് കുരുത്തം കെട്ട് നടന്നിട്ടില്ല, നടക്കുന്നതുമില്ല. കാര്യം കാണാൻ പലരുമായി ലോക്യം പുലർത്തേണ്ടി വരും, പലരുമായി അടുക്കേണ്ടി വരും. അതുകൊണ്ട് ഭൂമി പിളർന്നു പോവുകയൊന്നുമില്ല. പിന്നെ ചിലപ്പോഴൊക്കെ തനിക്കും അല്പം നേരം പോക്കാവാം. താൻ ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. തന്നെയും ആരും ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മതി. കടക്കണ്ണിലൂടെ കുട്ടമ്മാവനെ വീണ്ടും നോക്കി. കൂനിക്കൂടി ഇരിക്കുന്നു ശകുനം മുടക്കാൻ. എങ്ങനെയാണെന്ന് തഴയുക? പിടിയിൽ നിന്ന് ഊരി ചാടുക? പിടിച്ചു പുറത്തേക്കൊരു തള്ളു കൊടുക്കുകയായിരിക്കും ഏറ്റവും എളുപ്പം. ആലോചിച്ചപ്പോൾ ചിരി വന്നു. അതടക്കി പിടിച്ച് അമർഷം മുഴുവൻ പോക്കുന്നത് പോലെ ആക്സിലേറ്ററിൽ ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. കാറ് പുലിയെടുത്ത് ചാടുന്ന പോലെ ഒറ്റ കുതി കുതിച്ചു. കുട്ടമ്മാമന്റെ മണ്ട എവിടെയോ മുട്ടുന്ന ഒച്ച കേട്ടു. അത് ശ്രദ്ധിച്ചതായി ഭാവിക്കാതെ കാറ് അമ്പ് പോലെ മുന്നോട്ട് വിട്ടു. ചുണ്ടത്തൊരു മൂളിപ്പാട്ടോടെ.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം വായിച്ചു കഴിഞ്ഞു. വേഗം എത്താം അടുത്ത അധ്യായവുമായി. എല്ലാവർക്കും നന്ദി.